മഞ്ചേശ്വരത്ത് SDPI മത്സരിക്കുമോ എന്ന് ഇന്നറിയാം. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ മുസ്ലിം സംഘടനകളുടെ ഉൾപ്പെടെ സമ്മർദ്ദമുണ്ട് എന്നാണ് വിവരം. എന്നാൽ SDPI സ്ഥാനാർത്ഥി KM അഷ്റഫ് പ്രചാരണ പ്രവർത്തനങ്ങളുമായി മണ്ഡലത്തിൽ സജീവമാണ്. അരുൺ പൂപ്പറമ്പയുടെ വിശദാംശങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് അരുൺ. ഈ പറഞ്ഞ പോലെ KM അഷ്റഫ് സജീവമാണ് മണ്ഡലത്തിൽ, പ്രചാരണമൊക്കെ നല്ല രീതിയിൽ നടക്കുന്നതും ചെയ്യുന്നുണ്ട്. ഈ പ്രാദേശിക ഘടകത്തിനും പത്രിക പിൻവലിക്കേണ്ടതില്ല എന്നൊരു ആലോചനയാണുള്ളത്. പക്ഷേ BJP സ്ഥാനാർത്ഥിക്ക് അവിടെ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ പിൻവലിക്കാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? സുധി, നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം ഇന്ന് വൈകിട്ട് 5 മണി വരെയാണ്. പത്രിക പിൻവലിക്കുന്നതിനായി വലിയ സമ്മർദ്ദം SDPIക്ക് മേലുണ്ട് എന്നതാണ് ഇന്നലെ തന്നെ പുറത്തു വന്ന വിവരം. പ്രധാനമായും മുസ്ലിം സംഘടനകൾ ഉൾപ്പെടെ വലിയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. നിലവിൽ മഞ്ചേശ്വരത്ത് SDPI മത്സരിച്ചു കഴിഞ്ഞാൽ, മത്സര രംഗത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ BJPക്ക് അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം ഒരുങ്ങും എന്ന കാര്യങ്ങളാണ് ഈ മുസ്ലിം സംഘടനകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഈ സമ്മർദ്ദത്തിന് SDPI സംസ്ഥാന നേതൃത്വം വഴങ്ങുമോ എന്നത് ഇന്നറിയാം. ഇപ്പോൾ ശ്രുതി സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രാദേശിക നേതൃത്വത്തിന്റെ വികാരം മത്സര രംഗത്ത് തുടരണം, സ്ഥാനാർത്ഥിത്വം പിൻവലിക്കേണ്ട ആവശ്യമില്ല, ഈ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് ഈ ജില്ലാ നേതൃത്വവും അതോടൊപ്പം തന്നെ മണ്ഡലം കമ്മിറ്റിയും ഒക്കെ ആ നിലപാട് ഇന്നലെ തന്നെ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. KM അഷ്റഫ് എന്ന SDPIയുടെ സ്ഥാനാർത്ഥി പ്രചരണ രംഗത്ത് സജീവമാണ്. ഇന്നലെ മഞ്ചേശ്വരം പഞ്ചായത്തിലൊക്കെ വലിയ തരത്തിലുള്ള പ്രചാരണ പരിപാടികളുമായി അവർ മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ സമ്മർദ്ദത്തിന് ഒരുപക്ഷെ SDPI സംസ്ഥാന നേതൃത്വം വഴങ്ങുകയും ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിന് വേണ്ടി നിർദ്ദേശം നൽകുകയും ചെയ്താൽ സ്വാഭാവികമായും വലിയ പ്രചാരണം BJP കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാകും. അതായത് ഈ UDFനെ സഹായിക്കുന്നതിന് വേണ്ടി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട് പോയ SDPI അത് അവരുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചു എന്ന തരത്തിൽ BJPയുടെ വലിയ പ്രചാരണം എന്തായാലും മണ്ഡലത്തിൽ ഉണ്ടാകും എന്നതുകൂടി കാണേണ്ടതുണ്ട്. അല്ല, ഇവർ മത്സരരംഗത്ത് തുടരുകയാണെങ്കിൽ സ്വാഭാവികമായും അത് UDFന് ആശങ്കയുണ്ടാകും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ SDPIയെ സംബന്ധിച്ചിടത്തോളം മഞ്ചേശ്വരത്ത് അവർക്ക് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ 7500-ലധികം വോട്ടുകൾ അവർക്കുണ്ട്. അതിൽ കൂടുതൽ വോട്ടുകൾ അവർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടും എന്നതാണ് അവകാശപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ആ വോട്ടുകൾ അതിൽ നഷ്ടം വരിക UDFനായിരിക്കും, അതിൽ ആനുകൂല്യം ലഭിക്കുക BJPക്കായിരിക്കും. എന്തായാലും അത്തരം സങ്കീർണമായ ഒരു രാഷ്ട്രീയ സാഹചര്യം മഞ്ചേശ്വരത്തുണ്ട്. ആർക്കും ഒരു ഭൂരിപക്ഷം അല്ലെങ്കിൽ ആർക്കും ഒരു മുൻതൂക്കം പ്രവചിക്കാൻ കഴിയാത്തൊരു മത്സരം നടക്കുന്നുണ്ട്. അവിടെ നിർണായകമായിട്ടുള്ള തീരുമാനമായിരിക്കും SDPIയുടെ ഭാഗത്തുണ്ടാവുക. അത് എന്തായാലും അത് ഇന്ന് അറിയാൻ സാധിക്കും. തീർച്ചയായിട്ടും ഈ മത്സര ചിത്രം തെളിയും എന്ന് നമ്മൾ പറയുമ്പോൾ അതിൽ നോക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് മഞ്ചേശ്വരം. ശക്തമായിട്ടുള്ളൊരു പോരാട്ടം നടക്കാൻ പോകുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകി.